തകരാറുകൾ ബാധിക്കുന്നതിനെതിരെ ശരിയായ അവബോധം സൃഷ്ടിക്കുകയും അതിന്റെ ചികിത്സാ സാധ്യതകളെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള സംശയ നിവാരണത്തിനുമായി ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ വിദഗ്ധരുടെ ഒരു സംഘം നമ്മളുമായി ചേരുന്നു. ജനറ്റിക് സ്ക്രീനിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Good morning, everyone. I am medical geneticist at Kraft Hospital, Dr. Ritu. The question for genetic screening, what it is. Now, genetic screening, three levels we offer. Chela alkarne family conditions undava like thalassemia. In a marriage ne mumba, they want to get themselves screened whether their wife or husband to be have thalassemia or they are carriers or not. Appa namukku pre-marital before marriage screening undu. Marriage കഴിഞ്ഞിട്ട് ഒരു thalassemia affected കുട്ടി ജനിച്ച ശേഷം നെക്സ്റ്റ് കുട്ടിനെ വരാതിരിക്കുന്ന ആ ടെസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ പാരന്റൽ സ്ക്രീനിങ് പിന്നെ ആ കുട്ടി അഫക്റ്റഡ് ആയ സ്ക്രീനിങ് നമുക്ക് അറിയാൻ പറ്റും DNA ടെസ്റ്റ് ചെയ്തിട്ട്. പിന്നെ again as I said, after one affected baby they can have a unaffected baby with the genetic screening. So there are 3 levels: before pregnancy, before marriage and post pregnancy. 3 levels la genetic screening നടക്കാൻ പറ്റുന്ന ഇത് ചെയ്യാൻ പറ്റും. ബേസിക്കലി എല്ലാ ആളുകൾക്കും 23 പേർ, അതായത് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ക്രോമസോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിതകം ഒരു ചെറിയ ബണ്ടിലാക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഒരു 46 എണ്ണം എല്ലാവരുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ ജനിതക ടെസ്റ്റിലൂടെ നമ്മൾ ഓരോ ക്രോമസോമിനെയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ സ്പെസിഫിക് അസുഖങ്ങളുള്ള ആളുകൾക്കാണെങ്കിൽ അവരുടെ ജീൻ ആ കിട്ടുന്ന ക്രോമസോമിൽ ആ ജീനിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ല എന്നാണെങ്കിൽ ഡിസീസ് ഫ്രീ ആയിട്ട് നമുക്ക് അതിനെ ഉറപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് മാം ഈ ജനറ്റിക് സ്ക്രീനിംഗ് നടത്തുന്നത്? ഓക്കെ, നല്ല ടെക്നോളജീസ് ഇവോൾവ് ആയിട്ടുണ്ട്. മുമ്പത്തെ പോലെ ഒരു ജനറ്റിക് സ്ക്രീനിങ് ചെയ്തിട്ട് കുട്ടി അഫക്റ്റഡ് ആയാൽ നമുക്ക് ടെർമിനേഷൻ we have to terminate the pregnancy, but now technologies are at par. Genetic screening can be done with high-end platforms like next generation sequencing, microarray. Pinne chromosomal analysis cheya, idu karyotyping, FISH, idaka basic idana. NGS and all are higher technologies, higher platforms which can be used to screen any genetic problem depending on gene and chromosomal condition. Where technologies ഉണ്ട്. പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറഞ്ഞ് പല ചെറിയ ചെറിയ സെന്റേഴ്സും ടെസ്റ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നതിലാണ് അതിൽ കാര്യം. പലപ്പോഴും വളരെ ചീപ്പ് റേറ്റിന് ചെയ്തു കൊടുക്കുന്ന പല സെന്റേഴ്സും എനിക്കറിയാം. ഞാൻ തന്നെ പല കുട്ടികളുടെയും നോർമൽ ജനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ പുതിയ ടെക്നോളജി വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ there are some micro deletions, കുറെ വേരിയേഷൻസ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ, അതായത് നമുക്ക് പല പല വൈകല്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന കുട്ടികളെ കറക്റ്റ് ടെസ്റ്റിന് വിധേയമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആരൊക്കെ ഈ ജനറ്റിക് സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ മെറ്റേണലോ അല്ല ഫാദറിന്റെയോ മദറിന്റെയോ ബന്ധുക്കൾക്ക് ഏതെങ്കിലും ജനിതക തകരാറുള്ള ഒബ്വിയസ് ആയിട്ട് പ്രശ്നമുള്ള കുട്ടികൾ ജനിച്ച ഫാമിലിയിലെ മെമ്പേഴ്സ് നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അല്ലെങ്കിൽ അതേ ഫാമിലിയിൽ ഫസ്റ്റ് കുട്ടിക്ക് ഓൾറെഡി ഒരു ജനിതക തകരാറ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് തകരാറെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ വൈകല്യമില്ലാത്ത കുട്ടിയെ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത് മൾട്ടിപ്പിൾ അബോർഷൻസ് ഉണ്ടായ അമ്മമാർ, അതായത് റിക്കറന്റ് അബോർഷൻ, അതും ഏർലി അബോർഷൻസ് ഉള്ള 2-3 പ്രാവശ്യം അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇനിയും അടുത്ത പ്രഗ്നൻസി തയ്യാറെടുക്കുന്നതിന് മുമ്പ് ജനറ്റിക് സ്ക്രീനിങ് ഹസ്ബൻഡും വൈഫും ചെയ്യുന്നത് നന്നായിരിക്കും. I will add two more important points basically. Now, offering a genetic screening, many a times I have seen when patients come to OPD, some are not being offered the correct screening. If a gene problem aaya, they are doing karyotyping. Pinne chromosomal problem aaya, they are doing gene testing. Appa very apt testing offer cheya idu geneticist will know. Pinne very important thing is in-house genetics lab set up in a hospital, in a tertiary care hospital is very important, because many clinics I know all over Kerala itself, they are outsourcing to other centers who does genetic testing.
So in outsourcing also transportation plays a major role. When outsource ചെയ്തിട്ട് follow up is very important. But one advantage of having an in-house genetic lab, you can contact your geneticist, you can refer your patients there. When a geneticist or a medical pediatric geneticist person can actually tell us what test is apt, what is necessary when they see an affected child especially. Okay. Coming to the question, എങ്ങനെയാണ് ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പേഷ്യന്റ് സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരു സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് മാത്രമാണത്. വെയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, ആ ബ്ലഡ് വിത്തൗട്ട് എനി കണ്ടാമിനേഷൻ ഉടനെ സമയം വൈകാതെ നമ്മുടെ ജനറ്റിസ്റ്റിന്റെ അടുത്ത് എത്തിക്കുന്നു. ജനറ്റിസ്റ്റ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ കണ്ടീഷൻ അനുസരിച്ച് ടെക്നോളജി അഡ്വാൻസ്ഡ് നോർമൽ എന്നുള്ളത് ജനറ്റിസ്റ്റിന്റെ പെർവ്യൂ ഓഫ് ഡിസിഷൻ ആണ്. അത് അതിനുശേഷമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ പല ആളുകളുടെ ഒരു വിദ്യാധാരണ ജനറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഡീറ്റെയിൽഡ് സർജറിയാണ്, അല്ലെങ്കിൽ ബോൺമാരെ വൃത്തിയെടുക്കണതാണ്, അങ്ങനെയൊന്നുമില്ല. അത് ജസ്റ്റ് സാധാരണ ബ്ലഡ് ടെസ്റ്റ് ആണ്. ആരിലാണ് ഈ ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത്? ആരിലാണ്? ഡോക്ടർ മജീദ് ഓൾറെഡി എന്നെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതായത് ഇത് 3-4 കണ്ടീഷൻസിലുള്ളവർക്കാണ്. അതായത് റിക്കറന്റ് അബോർഷൻസ് ഉണ്ടായിട്ടുള്ളവർക്ക്, അതായത് 2 മേലെ അബോർഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണെങ്കിൽ ഗൈഡ്ലൈൻസ് വളരെ വ്യക്തമായി പറയുന്നത് അവർക്ക് ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടെത്തണം എന്നാണ്. എന്താണെങ്കിൽ അതിനുള്ള കറക്ഷൻ ചെയ്തിട്ട് വേണം ഇനി ഒരു അടുത്ത പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ അബോർഷൻ, മൾട്ടിപ്പിൾ IVF ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുള്ളവർക്ക്, ഒരു 3 തവണ ട്രാൻസ്ഫർ ചെയ്തിട്ടും നല്ല ക്വാളിറ്റി ഭ്രൂണങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടും പിടിച്ചിട്ടില്ല എന്നാണെങ്കിൽ എങ്ങനെ നമുക്ക് അവർക്ക് ജനറ്റിക് ടെസ്റ്റ് നോക്കി വേറെ എന്തെങ്കിലും ജീൻ തകരാറുണ്ടോ നോക്കിയിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള കറക്ഷൻ മെത്തേഡ്സ് ഓഫർ ചെയ്യേണ്ടതാണ്. ഇല്ലാതെ ഒരു 3ാമത്തെ കാറ്റഗറി, ഓൾറെഡി ജനറ്റിക് പ്രോബ്ലം ഉള്ള ഒരു കുട്ടി ജനിച്ചു, അല്ലെങ്കിൽ ജനറ്റിക് പ്രോബ്ലം ഉള്ള ഒരു പ്രഗ്നൻസി ഉണ്ടായത് അബോർഷനായി, അല്ലെങ്കിൽ ഫാമിലിയിൽ അങ്ങനെ ഓൾറെഡി ഒരു കുട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഈ കപ്പിൾ ഓൾറെഡി ഒരു ജനറ്റിക് ഡിസീസിന്റെ കാരിയേഴ്സ് ആണ്. അങ്ങനെയുള്ളവർക്കും ഈ ജനറ്റിക് ടെസ്റ്റ് മസ്റ്റ് ആണ്. ഒരു 35 വയസ്സിന് ശേഷം, 35-37 വയസ്സിന് ശേഷം നോർമൽ ആയിട്ടുള്ള ഭ്രൂണം ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ആസ് ഏജ് ഇൻക്രീസസ് ക്വാളിറ്റി ഓഫ് എഗ്, ക്വാളിറ്റി ഓഫ് ദ എംബ്രിയോ ഡിക്രീസസ്. സോ ടു ഡിറ്റക്ട് ഒരു നല്ല ക്വാളിറ്റി ഭ്രൂണത്തിനെ ടെസ്റ്റ് ചെയ്ത് ടൈം ടു പ്രഗ്നൻസി കുറയ്ക്കാനായിട്ടും ഈ ഒരു ജനറ്റിക് ടെസ്റ്റ് അത് ആക്ച്വലി പേഷ്യന്റിലല്ല ചെയ്യുന്നത്, ഭ്രൂണത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. PGT-A എന്ന് പറയും. ഭ്രൂണത്തെ ടെസ്റ്റ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള ഭ്രൂണത്തെ സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി പ്രഗ്നൻസി ആകാനുള്ള ചാൻസ്, ടൈം ടു പ്രഗ്നൻസിയും ചാൻസ് ടു പ്രഗ്നൻസിയും ഒന്നുകൂടെ കൂട്ടാൻ പറ്റും. അഗൈൻ അത് നമ്മൾ ഇതിന് നമ്മൾ ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെലക്ടിങ് ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റി ഭ്രൂണത്തിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് മെത്തേഡാണ് ഈ ഒരു ഏജ്ഡ് വുമണിൽ ഇങ്ങനെ ഒരു PGT എന്ന് പറഞ്ഞ സർവീസ് ഓഫർ ചെയ്യുന്നത്. എല്ലാത്തരം ജനിതക രോഗങ്ങളും തടയുവാൻ സാധിക്കും. Yes, almost all we at our center we are capable of detecting and diagnosing almost every genetic disease at embryo level, chromosome level, gene level. We can offer all the tests and we can actually prevent genetic diseases coming. നമ്മൾക്കിവിടെ ചെയ്ത കുട്ടി നോർമൽ ആയിട്ടുള്ള ഡിസീസസിന്റെ ലിസ്റ്റ് ഒന്ന് പറയുന്നു. Yeah, so first pregnancy was for a Tay-Sachs couple when we started 9 years back. Tay-Sachs means or inborn errors of metabolic disease ആണ്. അത് ഫസ്റ്റ് ടൈം നമ്മുടെ ഇവിടെ ചെയ്തു. പിന്നെ സിട്രുലിനീമിയ, തലസീമിയ, ഹീമോഫീലിയ, achondroplasia. Achondroplasia is a form of dwarfism. അപ്പോൾ അത് ഇന്ത്യയിലോ വേൾഡിലോ ഫസ്റ്റ് ആണ് PGD വഴി ചെയ്തിട്ട് നമ്മൾ ഇവിടെ കുട്ടി ആക്ച്വലി ട്വിൻസ് ജനിച്ചിട്ടുണ്ട്. പിന്നെ മാർഫൻ സിൻഡ്രോം, then Huntington's chorea. Huntington's chorea ഇവിടെ 2 cases ആണ് സക്സസ് ആയിട്ടുണ്ട്. One Maldivian couple and one Kerala based couple. Like this chorea micro deletions ഉണ്ട്. പിന്നെ chromosomal problems, ഈ balance translocations ആയ, Robertsonian translocations ആയ, ഇതെല്ലാം chromosomal gene problem നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 200-ൽ പരം കപ്പിൾസിന് സേഫ് ആയിട്ട് നോർമൽ ജനിതക തകരാറില്ലാത്ത കുട്ടികളെ ജനിച്ചിരിക്കുന്നു. ഇനിയും ഓൺഗോയിങ് പ്രഗ്നൻസിയും കുറെ ഇതേ ടെസ്റ്റിംഗ് ചെയ്ത് നോർമൽ കുട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെ കുറിച്ച് പറയാം. ഓക്കെ, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഭ്രൂണത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഓരോ ഭ്രൂണത്തിന് ടെസ്റ്റിംഗ് 18,000 മുതൽ 30,000 ആയിരിക്കും ഇതിന്റെ കോസ്റ്റ്. ജനറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് അതാണ് 18 to 30 എന്ന് വേരി ചെയ്യാൻ കാരണം ആ ജനറ്റിക് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ളത് ആണ് ആ വേരിയേഷൻ. ഇല്ലെങ്കിൽ ഓരോ ഭ്രൂണത്തിന്റെ ടെസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞത് 18,000.
പിന്നെ കപ്പലിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കാരിയർ സ്ക്രീനിങ് ജീനോം മാപ്പിംഗ് ആ കോസ്റ്റ് ആക്ച്വലി വേരി ചെയ്യുന്നുണ്ട്. That also depends on genetic condition. ഇപ്പൊ X-linked condition ആയ ഫാമിലിയില് മോർ മെയിൽസ് ആണ് ജനിച്ചിട്ട് മരിക്കും, പിന്നെ affected ആവും. അപ്പൊ X-linked condition, autosomal recessive condition, പിന്നെ dominant condition. These three categories price actually varies. So that depends on the disease. എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്ക് തോന്നാം ഒരു ഓക്കെ ഫൈൻ 18,000 ആണ് അതിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ 20,000 ആണ് അതിന്റെ കോസ്റ്റ് എന്ന്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു കുട്ടി, അബ്നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ ഫാമിലിയിൽ ജനിക്കുകയാണെങ്കിൽ ആ ഫാമിലിയുടെ ബാലൻസ് തന്നെയാണ് കംപ്ലീറ്റ് മാറുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു നോ ദ ഹോൾ ലൈഫ്, ഇനിയുള്ള ഭാവി ജീവിതം തന്നെയാണ് കംപ്ലീറ്റ്ലി അപ്സൈഡ് ഡൗൺ ആവുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതിനെക്കാളും എന്തുകൊണ്ടും ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്ത് ഉറപ്പുവരുത്തി, ഒരു ലക്ക് ബേസ്ഡ് പാറ്റേണിലേക്ക് പോവാതെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തി നോർമൽ ആയിട്ടുള്ള ഭ്രൂണത്തെ ട്രാൻസ്ഫർ ചെയ്ത് പ്രഗ്നൻസി സേഫ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സിൻസിയർ ഒപ്പീനിയൻ. ഇപ്പൊ തന്നെ ഈ ഒരു ഇപ്പൊ വൈറലായ ഒരു SMA കേസിനെ കുറിച്ച് അറിയാം. 2019 ജനിച്ച മുഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 18 crores ഫണ്ട് കളക്ഷൻ ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചു. വേറെ 2-3 കുട്ടികൾ അതിനുശേഷം ക്രൗഡ് ഫണ്ടിങ് ഇപ്പം ഓൺഗോയിങ് ആണ്. പലരും ഫണ്ട് കിട്ടാതെ ഡെത്തായ കേസസ് ഉണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവര് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ മുഹമ്മദും ഈ ഡെത്തായ കുട്ടികളൊക്കെ നോർമലായിട്ട് ജനിച്ചിരുന്നേനെ. അല്ലാതെ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജീസ് ഉണ്ടെന്നും പുതിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടെന്നും അവർ അറിഞ്ഞിരുന്നില്ല. നിർഭാഗ്യവശാൽ അറിയാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ ടെസ്റ്റ് ചെയ്ത് നോർമൽ ഭ്രൂണം കുട്ടിയായി വരുമ്പോൾ ആ ഫാമിലിയിൽ നിന്ന് തന്നെ ഈ അസുഖം തുടച്ചു മാറ്റപ്പെടുകയാണ്. അടുത്ത ജനറേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ബിക്കോസ് ഈ ബേബി കരിയർ പോലും അല്ല. ഈ കരിയേഴ്സ് ആകുമ്പോഴാണ് അസുഖമില്ലാത്ത ആൾക്കാർ തന്നെ അടുത്ത ജനറേഷന് ഈ അസുഖം കൊടുക്കുന്നത്. അപ്പം ഈ നോർമൽ കുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ നിന്ന് ഈ പ്രശ്നം എന്നേക്കുമായിട്ട് മാറുകയാണ്. അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അത് അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് നോക്കുമ്പോൾ ഈ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഒരു കോസ്റ്റേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഈ ജനറ്റിക് ഡിസീസ് ഉള്ള കപ്പൽ വരുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം എടുക്കുന്നു ട്രീറ്റ്മെന്റിനായിട്ടെന്നാണ്. പക്ഷെ ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ഇൻ ഹൗസ് ആയിട്ട് നമുക്ക് ജനറ്റിക് ഡിപ്പാർട്ട്മെന്റ് ഉള്ള കാരണം നമ്മൾ ഉടനെ ബ്ലഡ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ജീൻ പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നു, ആവശ്യമുള്ള ഭ്രൂണത്തിനെ കളക്ട് ചെയ്യുന്നു, ഭ്രൂണത്തിനെ ടെസ്റ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി ഇപ്പൊ നമ്മൾ ഒരു ഔട്ട്സോഴ്സിംഗ് മെത്തേഡൊന്നും യൂസ് ചെയ്യുന്നത്, നമുക്ക് തന്നെ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈം ടു പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാലഞ്ചിന് വളരെ നേരെ 50% പുറത്ത് ബാക്കി ഓഫർ ചെയ്യുന്ന സ്ഥലങ്ങളെക്കാട്ടിലും കുറവായിട്ട് നമുക്ക് കോസ്റ്റ് വൈസും ടൈം ടു പ്രഗ്നൻസി പീരീഡും ഷോർട്ടൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ ചെയ്ത എല്ലാ ഡിസീസ് ഞാൻ മുമ്പ് ലിസ്റ്റ് തരാൻ പോലെ SMN, മാർഫൻസ്, സിട്രുലിനീമിയ എക്സെട്ര, ആക്യുറസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ അബ്രോഡിലോ ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിലോ വി ഹാവ് ബ്രോട്ട് ഇറ്റ് ആൻഡ് ഇത് 8 years 9 years ഓൾമോസ്റ്റ് ആയി. അപ്പോൾ we have a record and we maintain patient and doctor relationship for all those patients who have delivered after PGD with us. So we make a track and find out whether children born out of PGD and IVF are normal or not. So that is our confidence. That means our results are more than 100% accurate. So that boosts up more confidence for us to take up more genetic disease. വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. യാതൊരു സൂചനയും ഇല്ലാതെ കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ ഈ ടെസ്റ്റ് നടത്തുന്നത് നിങ്ങൾ ഉപദേശിക്കുന്നു? യാതൊരു സൂചനയും ഇല്ല, ഒരു അബോർഷൻസ് ഉണ്ടായിട്ടില്ല, IVF ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടില്ല, ഷോർട്ട് പീരീഡ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ആണ്, ഫാമിലിയിൽ ആർക്കും അങ്ങനെ ഒരു ജനന ടെസ്റ്റ് ഇല്ലെന്നാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ചിലർക്ക് പ്രത്യേകിച്ചും എനിക്ക് നോർമൽ കുട്ടി തന്നെ വേണം, ഒരു അനോമലിയും ഉണ്ടാവില്ല എന്ന് വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാവുന്ന ടെസ്റ്റ് ആണ്. ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കി അങ്ങനെയുള്ള കുട്ടി മതിയെന്ന് വിചാരിച്ചാൽ ചെയ്യാം. പക്ഷേ യൂഷ്വലി നമ്മളൊരു 35 years കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യും. അല്ലെങ്കിൽ നോർമലി നമ്മൾ ഒരു നോർമൽ കപ്പിളിനെ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ യു ക്യാൻ ഡു ഇറ്റ്. ചെയ്യുന്നതിൽ തകരാറൊന്നുമില്ല. പക്ഷെ ഡോക്ടറിന്റെ അഡ്വൈസ് ഉണ്ടാവില്ല. 35 years മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു ഇറ്റ്.
പിന്നെ നമുക്ക് കിട്ടുന്ന IVF ചെയ്ത് ഇൻ കേസ് എങ്ങാനും ഭ്രൂണങ്ങൾ ഒരുപാട് കിട്ടുകയാണെങ്കിൽ നമ്മൾ വേറെ സിറ്റുവേഷനൊക്കെ നോർമൽ ആണെങ്കിലും നമ്മൾ ഈ ടെസ്റ്റിംഗ് ഓഫർ ചെയ്യാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഏതാണ് ബെസ്റ്റ് എംബ്രിയോ വിത്ത് ബെസ്റ്റ് ഇംപ്ലാന്റേഷൻ പൊട്ടൻഷ്യൽ ഉള്ള എംബ്രിയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെലക്ടിങ് ടൂളാണത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേറെ കാര്യപ്പെട്ട ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഓഫർ ചെയ്യാറുണ്ട്. ബട്ട് അഗൈൻ അതൊരു കമ്പൽസറി ട്രീറ്റ്മെന്റ് അല്ല, അതൊരു ഓപ്ഷണൽ ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ. പിന്നെ സർട്ടൻ ജനറ്റിക് കണ്ടീഷൻസ് ഇപ്പൊ എല്ലാ ജനറേഷൻസിലും ആവാതെ നെസസറി ഇല്ല. സപ്പോസ് an epileptic or autistic baby some family history ഉണ്ടെങ്കിൽ couple carrier screening ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. couple carrier screening lo all the 3 million base pairs of DNA can be read. So in case you are suspicious that you had a family history which you don't remember, but then you want to get yourself and your wife get tested, you can opt for a carrier screening method. നമുക്ക് UAE സെന്റർ ഉണ്ടോ എന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. യെസ്, നമുക്ക് UAE സെന്റർ ഉണ്ട്. അവിടെ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് സാറിനെ അവിടെ കൺസൾട്ട് ചെയ്യുന്നതാണ്. എല്ലാ മന്തും ഓൾമോസ്റ്റ് 20 ഡേയ്സ് അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. കോൺടാക്ട് നമ്പർ വി ക്യാൻ ഷെയർ ഇറ്റ് ഇൻ ദ മെസ്സേജ്. മാം, ഈ സ്ക്രീനിങ്ങിലൂടെ ജനിതക രോഗം കണ്ടെത്തിയതിനു ശേഷം അടുത്ത നെക്സ്റ്റ് ചികിത്സാ രീതി എന്താണ്? Okay, രണ്ട് options ഉണ്ട്. After we come to know if couple is a carrier or if they have affected baby, there are two options. First is prenatal option. Pregnant ആയ ശേഷം 12 weeks lo chorionic villus sampling അല്ലെങ്കിൽ 16 weeks ലെ amniotic fluid എടുത്തിട്ട് ബേബിനെ ആ കണ്ടീഷൻ ഉണ്ടോ ഇല്ലാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കണ്ടുപിടിച്ച ശേഷം ഇൻ കേസ് അബ്നോർമാലിറ്റി ഉണ്ടായ ക്രോമോസോമല പിന്നെ ആ ജീൻ റിലേറ്റഡ് അബ്നോർമാലിറ്റി ആയ ടെർമിനേറ്റ് depending on the severity of the genetic condition, termination of pregnancy can be offered, but that depends on patients. പിന്നെ next level high end level of genetic prevention ആണ് pre implantation genetic testing. അത് ഭ്രൂണ ലെവലിൽ തന്നെ നമുക്ക് ഈ genetic problem chromosomal problem diagnose ചെയ്തിട്ട് നല്ല ഭ്രൂൺ സെലക്ട് ചെയ്തിട്ട് ഇതൊരു സെലക്ടിങ് ടൂൾ ആണ്. ഡോക്ടർ നോഷിൻ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് യൂട്രസിൽ നോർമൽ ഭ്രൂൺ വെച്ചിട്ട് പ്രഗ്നൻസിയിൽ ഇംപ്ലാന്റേഷൻ സക്സസ് റേറ്റ് can be increased. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനിതക തകരാറുള്ള ജീനിനെ എങ്ങനെയാണ് മാറ്റുക എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കാമോ? Okay, genetic disease unfortunately change ചെയ്യാൻ പറ്റില്ല. Preventive measures ആണ് ഈ prenatal methods പിന്നെ pre-implantation ഭ്രൂണ ലെവലിലുള്ള methods. ഡോക്ടർ നോഷിൻ. സോ ബേസിക്കലി നമ്മൾ അഗൈൻ ഇപ്പോ സാധാരണ രീതിയിൽ ഒരു നോർമൽ പ്രഗ്നൻസി പറഞ്ഞാൽ ഒരു ഭ്രൂണം അല്ലെങ്കിൽ 2 ഭ്രൂണമാണ് വളരുന്നത്. ഇവിടെ നമ്മൾ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് വളരാനുള്ള ഇഞ്ചക്ഷൻസ് നൽകുകയും അത് എഗ്ഗ് വളർന്നതിന് ശേഷം നമ്മൾ തന്നെ എഗ്ഗ് എടുത്ത് നല്ല ക്വാളിറ്റി സ്പേമിനെ കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് അതിനെ ഇഞ്ചക്ട് ചെയ്ത് ഭ്രൂണമാക്കി ആ ഭ്രൂണത്തിനെ ഒരു 5 ദിവസത്തോളം വളർച്ചയെത്തിയിട്ട് അതിൽ നിന്ന് നല്ല ഭ്രൂണത്തിനെ മാത്രം സെഗ്രിഗേറ്റ് ചെയ്ത് ആ ഭ്രൂണത്തിന്റെ ഒരു ചെറിയൊരു സെല്ലെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഭ്രൂണത്തിന്റെ കംപ്ലീറ്റ് ജനറ്റിക് മേക്കപ്പ് അറിയാൻ പറ്റും. നമുക്ക് വേണ്ട ഈ പറഞ്ഞ ജീൻ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ഈ ജനറ്റിക് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ, ക്രോമസോംസ് എല്ലാം നോർമൽ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഭ്രൂണങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി ഭ്രൂണം വിത്ത് ജനറ്റിക്കലി നോർമൽ ഭ്രൂണത്തിനെ സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ ജനറ്റിക് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഹോൾ പ്രോസസ്. ഒരു നക്ഷൽ ഒരു 1 മിനിറ്റിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് വേർഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിളിന്റെ ഒരു ഭ്രൂണം 2 ഭ്രൂണം ഒക്കെ എടുത്തെങ്കിൽ അതിൽ അഫക്റ്റഡ് ജീൻ പ്രോബ്ലം ഉള്ള കേസസ് കൂടുതലായിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിളിന്റെ തന്നെ 8-10 ഭ്രൂണങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാത്തിന്റെയും ഒരു സെല്ല് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ ഓട്ടോസോമൽ റിസസീവ് ആണെങ്കിൽ മോർ ചാൻസ് ഓഫ് നോർമൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഡോമിനന്റ് ആണെങ്കിലും എന്തായാലും ഈ 10 എണ്ണത്തിൽ 1-2 നോർമൽ ആയിട്ടുള്ള ഭ്രൂണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം എണ്ണം കുറവാണെങ്കിൽ നോർമൽ കിട്ടാനുള്ള സാധ്യത കുറയും. എണ്ണം കൂടുതൽ എടുക്കുമ്പോൾ 2-3 എണ്ണം അതിൽ നോർമൽ ആയിട്ടുണ്ടാവും. അതിനെ മാത്രം എടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് തിരിച്ച് ഗർഭപാത്രത്തിൽ തന്നെ നിക്ഷേപിക്കും. അങ്ങനെയാണ് ഇത് ജനിതക തകരാറില്ലാത്ത കുട്ടിയെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ ടെക്നോളജി അപ്ലൈ ചെയ്യാൻ മുമ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ജനറ്റിക് കൗൺസിലിംഗ്, ഗോയിങ് ടു എ ഗുഡ് ജനറ്റിക് ക്ലിനിക് where you have information on especially എത്ര എംബ്രിയോസ് വേണം. ഇപ്പൊ ഏജ് കൂടുമ്പോൾ എംബ്രിയോ ക്വാളിറ്റി will decrease, embryo number may decrease.
because of quality of eggs, etc. So, or genetic condition, Dr. Majid, how he has mentioned for recessive condition, itra Bruna veno, dominant and itra Bruna veno, X-linked, all these things will be calculated by your geneticist, and counseling session lo you will get all the information. So before, when you are attending a counseling session, make sure you go to a good genetic clinic where you get all the information, and then depending on that, what technology is used is very, very important. As I said, you cannot read a gene level problem in a chromosome platform. You can vice versa. You cannot read a chromosome problem in a gene platform. So your geneticist should be accustomed enough to tell you what all information is needed for you before you undergo a procedure. SMA കൂടാതെ പൊതുവായി കാണുന്ന ജനിതക രോഗങ്ങൾ എന്തൊക്കെയാണ്? Genetic or I mean, chromosomal? other genetic problems. Genetic Okay. Apart from spinal muscular atrophy, we have, as I said, thalassemia, Huntington's chorea. These are Huntington's chorea is also a neurological based problem. Then you have inborn errors of metabolism, metabolic conditions. Like many genetic conditions are there. Plus chromosomal problems like simple Down syndrome, some microdeletion cases, etc. ഇവിടെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ കുറേ ഡിസീസസിന്റെ പേരൻസ് അഫക്റ്റഡ് ആയത് നോർമൽ കുട്ടികൾ ഇവിടെ ജനിച്ചു പോയിട്ടുണ്ട്. മോർ ദാൻ 200 ഡെലിവറീസ് കഴിഞ്ഞിരിക്കുന്നു. ഈ ജെനറ്റിക്സ് അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡിലീഷൻസ് ട്രാൻസ്ലൊക്കേഷൻ ഓൾ ദാറ്റ് ഓൾമോസ്റ്റ് 200+ ഡെലിവറീസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് അസുഖം എന്ന് ആദ്യം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ it is much more easy to find what tests we should do and what technology we should do to get. But most of the ഇപ്പൊ at present ഇവിടെ വന്ന എല്ലാ പേഷ്യൻസിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. So there is no problem. But ഇനിയും പുതിയ പുതിയ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ വന്നാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. Diagnosis ഏറ്റവും വലിയ important ആണ് ഇവിടെ. ഇപ്പോൾ recently ഒരു patient വന്നിട്ട് they said we have a family history of epilepsy. What we will feel is, as doctors also, epilepsy doesn't have a genetic background. But then when we offered them a DNA testing for the couple, and fortunately they had a baby who is affected with an epilepsy. So we did testing first on the couple. Now it is very important to know why did we test couple. Many geneticists, I am sure, will oppose me saying that when you already have an index child, why did you test the parents? Now testing parents, why I did here, they had a history. Number one point, they had a history of a family marriage. That means consanguineous blood relation marriage. Plus they had 2-3 babies born in family with epilepsy. So we came to know that there might be some genetic history. So when we screened both the parents, they were found to be carriers of epileptic gene. Now this same epileptic gene affected child or test cheda shesham, affected child ana same gene, he is harboring the same mutation. So we got to know that screening the couple is so important, and reaching a diagnosis is very, very important. Sometimes autism is ignored, saying that it is multifactorial condition. Many clinics do not offer carrier screening or couple screening or affected child screening. But then autism, epilepsy, plus even mitochondrial disorders can be genetic. So coming to a final conclusion with a diagnosis using the right platform, using the correct genetic counseling methodologies is very, very important in genetics. Otherwise, even in our country, genetics was very much ignored. But then you have all the facilities in our state, Kerala. Not all over India these kind of facilities are available. So even though you feel that you have a little suspicion before marriage, you want to get yourself checked, it is a very, very good decision. Actually, how DNA is a blueprint of life, getting a genetic workup done both chromosomal and your gene level is actually giving you an astrological prediction of what you can have, what disease you can have in future. It is nothing wrong to get it done. So Dr. Ritu പറഞ്ഞൊരു കാര്യം എനിക്കൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, ഈ ഒരു ട്രീറ്റ്മെന്റ് സക്സസ് അല്ലെങ്കിൽ ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യണത് ജനറ്റിസ്റ്റിന്റെ സ്കില്ല്, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി, അതേപോലെ തന്നെ സെന്റർ സക്സസ് റേറ്റ്, ക്ലിനീഷ്യന്റെ സ്കില്ല് എല്ലാം ഡിപ്പെൻഡന്റ് ആണ്.
സോ ഇപ്പം നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺസ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. സോ അതുപോലെ തന്നെ ഇങ്ങനെ ജനറ്റിക് ടെസ്റ്റിംഗ് ഓഫർ ചെയ്യുന്ന സെന്റേഴ്സും ഒരുപാട് ഉണ്ടാവും. പക്ഷേ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഇൻഫർമേഷൻ നമ്മൾ ചെയ്യുന്നത്, എത്രത്തോളം സ്കിൽഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ സ്ക്രീൻ ടൈം ചെയ്ത റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ. In Ella centers, they may offer especially pre-implantation genetic testing on embryos. Now I have seen many centers who are outsourcing the embryos, getting the result. The same embryo may not implant. So biopsy skills, embryologist skills, clinician skills, all this is a teamwork. We cannot say only okay the genetic problem geneticists will take care. So a teamwork comprising of all the experts who will take care, who is going to make a tailor-made protocol for the patient is very, very important. I think many of us are not aware of this. When patients come to us, this center we have failed, that center we have failed. So I have seen a lack of teamwork plus a lack of information given to patients may sometimes be not adequate enough. So all these factors we take care in dealing with a genetic condition here. Yeah, please. സോ ഡോക്ടർ പറയാൻ ഉദ്ദേശിച്ചത് ഇത് ഒരു ടീം വർക്ക്, ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫാക്ടോറിയലാണ്. അതായത് കാണുന്ന ഡോക്ടർ മുതൽ ചെയ്യുന്ന ഈ എംബ്രിയോ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ലാബ് അതേപോലെ തന്നെ ലാബിൽ ബയോപ്സി ചെയ്യുന്ന എംബ്രിയോളജിസ്റ്റിന്റെ സ്കില്ല്, അത് കഴിഞ്ഞ് ഈ ടെസ്റ്റ് നമ്മൾ ഇപ്പം സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്തേക്കൊക്കെ അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ദൂര സ്ഥലത്തൊക്കെ അയക്കുകയാണെന്നാണെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന ഡാമേജ്, അതിന്റെ ടൈം പീരീഡ്, അഗൈൻ അത് കണ്ടാമിനേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. പകരം നമ്മൾ തന്നെ അപ്പം തന്നെ വിതൗട്ട് മച്ച് ഡിലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജെനറ്റിസ്റ്റിന്റെ സ്കില്ല്, അഗൈൻ ജെനറ്റിസ്റ്റിന്റെ ലാബിന്റെ സ്പെഷ്യാലിറ്റി, ഉപയോഗിക്കുന്ന മെഷീന്റെ ടെക്നോളജിക്കൽ ബെനിഫിറ്റ്, ഇതെല്ലാം ആണ് നമ്മൾ ഈ റിസൾട്ടിനെ ബേസ് ചെയ്യുന്നത്. വ്യൂവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ പ്രഗ്നന്റ് ആയ ഒരാൾക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. Yeah, definitely. പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്നാണെങ്കിൽ എത്ര മാസം വരെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രഗ്നൻസിയിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞ ഒരു പ്രിവെന്റീവ് സ്ട്രാറ്റജിയാണ്. അതായത് ഇതൊക്കെ നമുക്ക് ജനറ്റിക് ഡിസീസ് ഉള്ള ഒരു കുട്ടി ജനിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ജനറ്റിക്കലി അബ്നോർമൽ ആയിട്ടുള്ള കുട്ടി ജനിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി സപ്പോസ് ഇതൊന്നും അറിയാതെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് ആണ്. അതായത് കുട്ടിക്ക് ജനറ്റിക്കലി, അതും എഗൈൻ ഒരു സാധാരണ ബ്ലഡ് ടെസ്റ്റ് ആണ്. നമ്മുടെ വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, എഗൈൻ അതിന്റെ ഈ കംപ്ലീറ്റ് മാപ്പിംഗ്, ജനറ്റിക് മാപ്പിംഗ് ചെയ്യുന്നു, ജനറ്റിക്കലി അബ്നോർമൽ ആണോ കുട്ടി എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ടാണ് അതിന്റെ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് എഗൈൻ കപ്പിളുമായി ഡിസൈഡ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് അതനുസരിച്ച് മാറും. പക്ഷെ എഗൈൻ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് ഇൻ കേസ് കുട്ടി അബ്നോർമൽ ആണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആകെ ഒരു ഓപ്ഷൻ എന്നുള്ളത് പ്രഗ്നൻസി എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് പ്രഗ്നൻസി മനസ്സിലാക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ അതൊരു ഐഡിയൽ മോസ്റ്റ് സിനാരിയോ അല്ല. ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിവെന്റീവ് സ്ട്രാറ്റജിയാണ്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി എഫക്റ്റഡ് ആയിട്ടുള്ള ബേബി ആണോ എന്ന് എഫക്റ്റഡ് ആയിട്ടുള്ള ബേബി ആണോ അല്ല നോർമൽ ആയിട്ടുള്ള ബേബി ആണോ എന്നെങ്കിലും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഏകദേശം സെൻസിറ്റിവിറ്റി ഏകദേശം 99.9% നമുക്ക് ഈ ടെസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പ്രോബ്ലം ഉള്ള കുട്ടിയാണോ അല്ലേ എന്നുള്ളത്. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പോയിന്റ് ആഡ് ചെയ്യാം. ഈ NIPT നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് പ്രഗ്നൻസിയിൽ വെരി അർലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ 12 വീക്സിൽ സെൽ ഫ്രീ DNA സർക്കുലേറ്റ് മദേഴ്സ് ബ്ലഡിൽ തന്നെ ആവാറുണ്ട്. അപ്പൊ മദേഴ്സ് ബ്ലഡ് സിമ്പിൾ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ആണ്. ഒരു 10 ml ബ്ലഡ് എടുത്തിട്ട് ത്രൂ വെയിൻ വി ക്യാൻ ആക്ച്വലി ടെസ്റ്റ് ഫീറ്റൽ ക്രോമോസോംസ്. മദേഴ്സ് ബ്ലഡിൽ തന്നെ ഫീറ്റൽ ക്രോമോസോംസ് സർക്കുലേറ്റ് ചെയ്ത ഇതിൽ വി ക്യാൻ ആക്ച്വലി കൺഫേം ഇറ്റ്. For example, Down syndrome, any pregnancy was high risk with Down syndrome. Ella disease scan lo namakku ipo kandupidikkan pattilla. Ee NIPT safe and much accurate test aana, 99.9% accurate, which can actually detect chromosomal problems. So 12 weeks lo idu cheyda shesham namakku amniocentesis cheyidittu confirm cheyam. In case abnormality undengil medical termination can be offered. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കംപ്ലീറ്റ്ലി പ്രിവെന്റബിൾ ഡിസീസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി ഒരു 10-15 കൊല്ലമായിട്ട് ഒരൊറ്റ ഡൗൺ സിൻഡ്രോം ബേബി പോലും ഇവിടെ ജനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് പുറത്തുനിന്നൊക്കെ
വല്ലപ്പോഴെങ്കിലും ഡൗൺ സിൻഡ്രോം ബേബീസ് വരാറുണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 100% കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖം ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇനി അഥവാ ഫാമിലിയിൽ ഒരു ജനറ്റിക്സ് ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെന്റലി പ്രിപ്പയർ ആവുക. ഒരു നല്ല ജനറ്റിക്സ് സെന്ററിൽ പോയിട്ട് കണ്ടിട്ട് യു ബി പ്രിപ്പയർഡ്. ബിക്കോസ് ഇത് ഒരു പനിക്ക് മരുന്ന് മേടിക്കുന്നതൊക്കെ ഒറ്റ ദിവസം വന്നിട്ട് നാളെ ചെയ്തു പോകുന്ന കാര്യമല്ല. ഫസ്റ്റ് നമുക്ക് കപ്പിൾസിൽ ആരുടെ ഫാമിലിയിലാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് ഏതാണെന്ന് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് തീരുമാനിച്ചിട്ട് ഒരു പ്ലാനോട് കൂടി പോയി കഴിഞ്ഞാൽ യു ക്യാൻ 100% ഷുവർ ദാറ്റ് ഒരു അസുഖമില്ലാത്ത കുട്ടിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ജനിക്കാൻ പറ്റുന്നു. ഈ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് 16ാമത്തെ ആഴ്ചയിൽ അയ്യോ ഇനിയിപ്പം ഉണ്ടാവോ ഇല്ല, അതല്ല അതിന്റെ. ഇപ്പൊ പ്രഗ്നന്റ് ആയ തന്നെ ഫസ്റ്റ് 3 monthsനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അഫക്റ്റഡ് ആയില്ലേ എന്ന് അറിയാൻ പറ്റും. അത് അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രഗ്നൻസിയെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഇല്ലാതെ ജനിക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് വേണമെങ്കിൽ അതിനായിട്ട് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ പല പല ഇതുണ്ട്. പക്ഷേ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ പനിക്കോ ചുമക്കോ മരുന്ന് കഴിക്കുന്ന പോലെ ഇത് ഒറ്റയടിക്ക് നാളെ ഫാമിലിയിൽ ജനറ്റിക്സ് ഡിസീസ് ഇല്ലാത്തൊരു കുട്ടി ജനിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ഫസ്റ്റ് യു ഡിസൈഡ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു അനോമലി ബേബി കൊണ്ട് ജീവിതം അതിൻ്റെ ബാക്കിൽ നടക്കണോ അതോ യു വാണ്ട് എ നോർമൽ ബേബി. ഇഫ് യു വാണ്ട് എ നോർമൽ ബേബി അതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് അതിൻ്റെ സ്പെസിഫിക് സെൻറ്ററിൽ തന്നെ പോയിട്ട് ഡിസ്കസ് വിത്ത് ദ ഡോക്ടർ. ഹി വിൽ ഗിവ് യു ദ ഓപ്ഷൻസ്. ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ദിസ് ഈസ് മൈ മെസ്സേജ്, കൺക്ലൂഷൻ മെസ്സേജ്. Anybody else want to add something? Yes, my personal experience recently 2 days back, we had an inquiry call from a patient based in Adur. So the patient had actually first affected child with some kind of chromosomal problem, which was I'm not naming the condition, but it was a chromosomal disease. They sent me the picture of the baby via WhatsApp. Then I said it might be chromosomal. When I had a look at the karyotype, patients had a micro deletion in their fish report. So baby also the simple karyotyping or a fish specialized test report. After that baby also was tested and she had the same deletion. But they have a next baby as well who is born not with a similar type of problem, but she is born with a genetic abnormality which nobody had diagnosed. That is called Treacher-Collins syndrome. It is a very, very rare syndrome which is more found in abroad, especially in the US. So imagine the difference between both. First was a chromosomal problem, the next is a gene problem. So the doctors have gone to a center which is a genetic counseling center, but then they have missed to actually do the gene testing for the parents. If in the first pregnancy itself, after diagnosing the chromosomal problem, a gene testing would have been done on parents, at least parents would have got a prenatal option of checking and not delivering an affected child in the next pregnancy. But then now they have 2 children. So diagnosing the condition at the parental stage itself is very, very important. A family can have both chromosomal and gene related problem. I hope I made sense, and maybe you want to translate. So what I want to conclude is gene problem, chromosomal problem are both different things. We cannot say okay or family na chromosome matram problem undai gene testing venda. So this is a very, very classical example where both the testing plays an important role. So this is my message. Doctor പറയാൻ ഉദ്ദേശിച്ചത് ഒരു സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി ഉള്ള ഒരു കുടുംബത്തിൽ തന്നെ വേറെ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകാനും ചാൻസ് ഉണ്ട് എന്നാണ്. സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെക്കിംഗ് എല്ലാ പേഷ്യന്റും, ഇപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഈ ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആയത് കാരണം ഡൗൺ സിൻഡ്രോമിന്റെ മാത്രം ജീൻ ടെസ്റ്റിംഗ് ചെയ്താൽ മതി. അങ്ങനെയല്ല, അടുത്തൊരു കുട്ടി ഉണ്ടാകുമ്പോൾ വേറൊരു അസുഖം കൂടി വരാൻ അതിന്റെ കൂടെ വേറെ ഹിഡൻ ആയി കിടക്കുന്ന അബ്നോർമൽ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് എപ്പോഴും അത്യാവശ്യമാണ്.
എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒരു സാധാരണ ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ആണ്. പേഷ്യന്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വെയിനിൽ നിന്ന് 10 ml ബ്ലഡ് എടുക്കുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഈ കംപ്ലീറ്റ് ജനറ്റിക് മേക്കപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഐ വുഡ് റിയലി റിക്വസ്റ്റ് എവറി വൺ ടു പ്ലീസ് സ്പ്രെഡ് ദിസ് അവയർനെസ്. ഇങ്ങനെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരിൽ അറിയിക്കുക. ആൻഡ് ആവശ്യമാണെന്നാണെങ്കിൽ ഇങ്ങനെ ടെസ്റ്റിംഗ് ചെയ്യുക. വെദർ ആവശ്യമില്ലെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ ആവശ്യമുള്ള ഒരു സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് അവെയർ ആക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇതൊരു സോഷ്യൽ റിക്വയർമെന്റ് ആണ്. If awareness can be done like these Facebook live presentations or media is the major mode of promoting awareness, but unfortunately in Indian scenario or something, media don't take up these kind of cases because they do not interest them. But then my message, especially classical example, me belonging to the Kerala state, I have seen the higher frequency of spinal muscular atrophy, children being born, and they are urging crowdfunding now for the injections and medicines worth 18 crores. Now this could generally be avoided if we would have provided a genetic screening. It's called a I would request population screening in Kerala for everybody for spinal muscular atrophy, so that future to come, the future generation should not get affected with SMN. Now I am not advising everybody to go ahead with pre-implantation embryo level testing, but at least do a simple blood test. Screen yourself if you are a carrier or your wife is a carrier. If this disease did not come to your first baby, the chances for the second baby is never zero. It can also come up. Second baby can have this, third baby can have this. So please understand that genetics should not be ignored. Doing a simple population based screening or a genetic carrier screening can actually find out silent carriers within us, and these silent carriers can actually prevent. If we found out ourselves to be a carrier, we can actually prevent our generations to be free of these genetic problems. One more question. The mode of inheritance of spinal muscular atrophy is autosomal recessive or autosomal dominant? It is autosomal recessive condition. SMN short form is autosomal recessive. Thalassemia is also autosomal recessive. Now, when I say autosomal recessive, the hidden fact in this condition is it can actually skip generations. Means one type of marriage or married couple can have in the family, and the next married couple cannot have the relatives, degree of relatives. So that is skipping generations. That is why the hidden fact here. Whereas a third kind of family can have within the same family can have SMN. So recessive conditions skip generations. Recessive conditions have 25% risk of getting an affected child. Now this 25% risk is actually a theoretical risk. Practically speaking, when a woman conceives a first SMN child who is affected, the woman chances of having an SMN chance next pregnancy, forthcoming pregnancy is more, because her eggs and the husband's sperm get susceptible to such kind of disease. Now I am sure all of you all will agree it is more technical, but I feel it is very important to tell about SMN in this Facebook platform. SMN involves a large deletion, that is bigger deletion of a DNA region called exon 7. Now this bigger deletion of exon 7 actually makes it more susceptible and more prone for the future coming pregnancies to get affected. SMN autosomal recessive എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത മിക്ക കേസുകളിലും ഫസ്റ്റ് കുട്ടി അഫക്റ്റഡ് ആയിരുന്നു. ഒന്നുകിൽ അവര് ഇപ്പോഴും വീൽ ചെയർ ബൗണ്ട് ആണ്, അല്ലെങ്കിൽ അവർ ഓൾറെഡി മരിച്ചിരിക്കുന്നു. സെക്കൻഡ് കുട്ടി അഫക്റ്റഡ് ആണ്. തിയററ്റിക്കലി സ്പീക്കിംഗ് 25% റിസ്ക് എന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് മച്ച് മോർ. ദാറ്റ്സ് വൈ ഷീ ടോൾഡ് കുറച്ച് ലാർജ് ഡിലീഷൻ ആയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇഫ് യു ഹാവ് ഈ ഫേസ്ബുക്ക് ലൈവ് കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള SMN പേഷ്യൻസിന് അറിയാമെങ്കിൽ യു ക്യാൻ എൻകറേജ് ദം ടു ആസ്ക് അസ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദാറ്റ്. ഈ ആരെങ്കിലും അഫക്റ്റഡ് ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും അവർക്കുള്ള എന്ത് ഡൗട്ടും ഈ ഫേസ്ബുക്കിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. വിതിൻ 24 hours അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രീ ടൈമിൽ ഞങ്ങൾ എന്തായാലും അതിനൊരു ഉറപ്പായിട്ടൊരു മറുപടി തരാം. അവരവരുടെ ഡൗട്ടുകൾ യു ക്യാൻ ആസ്ക് ദിനേശ്. അതായത്
അടുത്തൊരു ജനറേഷന് വരാനും കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കുറവാണ്, 75% ഉള്ളതാണ്. പക്ഷെ ഡോക്ടർ മജീദ് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരു തിയറിറ്റിക്കൽ എക്സാം ബേസ്ഡ് ബുക്കിഷ് നോളജ് ആണ്. പ്രാക്ടിക്കലി അടുത്ത കുട്ടിക്കും അതിനടുത്ത കുട്ടിക്കും ഒക്കെ വരാൻ വളരെയധികം ചാൻസ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് ഭ്രൂണമാണ് ആ സമയത്ത് പിടിക്കുന്നത് അനുസരിച്ചിട്ടാണ്. സോ അതേപോലെ തന്നെ ഡോക്ടർ പറയാൻ ഉദ്ദേശിച്ച ചില ഓട്ടോസോമൽ റെസസീവ് ഡിസീസ്, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നല്ലോ, ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണോ എന്ന് ചോദിച്ചിട്ടാണ്. ചില ഓട്ടോസോമൽ റെസസീവ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിന്റെ ഉണ്ടാകാം, പക്ഷെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അതായത് ഫാദർ മദറിന് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവർക്ക് അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ ഗ്രാൻഡ് സൺ ഗ്രാൻഡ് ഡോട്ടർ അവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയിൽ നമ്മുടെ പാരന്റ്സിന് നോർമൽ ആയിരുന്നു എന്നുകൊണ്ട് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഈ ഒരു ഡിസീസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾ വരാനായിട്ടുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. സോ എഗാൻ ഈ ഒരു കംപ്ലീറ്റ് അതാണ് ഞാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ജനറ്റിക് കൗൺസിലറിനെ മീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ അബ്രോഡൊക്കെ യൂഷ്വലി നമ്മുടെ നാട്ടില് കല്യാണം ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ ജ്യോതിഷം മറ്റേ ആസ്ട്രോളജർ ആണ് തീരുമാനിക്കുന്നത് ഇവര് രണ്ടുപേരും ജാതകം തമ്മിൽ ചേരുന്നുണ്ടോ എന്ന്. ബട്ട് അബ്രോഡൊക്കെ യൂഷ്വലി ഒരു if they decide to get married, they usually go to genetic counselor. They ask whether they look into whether they have a genetic problem and if they need any treatment, if the marriage is suitable or not. ഇത് ഗവൺമെന്റ് അത്രയധികം പ്രൊമോട്ട് ചെയ്യാൻ കാരണം അവിടെ എല്ലാം ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. സോ ഇങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ ഒരു ബാധ്യത. സോ ഇതിനെ കുറിച്ച് കൂടുതൽ അവയർനെസ്സും കൂടുതൽ ഇൻഫർമേഷനും പബ്ലിക്കിന്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്യാൻ ഗവൺമെന്റ് തന്നെ മുന്നോട്ടേക്ക് വരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. ഇനി ഇത് അറിഞ്ഞാൽ തന്നെ അത് ഇതൊരു നമുക്കത് കിട്ടാൻ നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം വരില്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും ജനിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു മിഥ്യാധാരണയില് നമ്മൾ ജീവിക്കുകയാണ്. Exactly. Another misconception, now this question was for autosomal recessive, but as I said, the list of PGDs we have done, we had a case of achondroplasia. In simple words, it is called dwarfism. So when I saw that couple, husband was having skeletal dwarfism and his parents were actually very much normal. So see here the conception, 50% chance of passing on to generation, but how come his parents were normal? So this type of genetic problem is known as a de novo mutation. That means the person's mom or the dad's sperms had this kind of mutation and then only the male was born with dwarfism. So since he has this gene defect, his children to be will be 50% chance of having this abnormality. So once we did PGD, we found out, we took the mother's blood, we took father's blood, we took the person who is affected, we compared that with embryos. This is called the latest haplotyping method, which was practiced only in the USA and Europe. First time in India we have brought this at Kraft. We did a haplotyping technology. We came to know that in mother's eggs this particular mutation was there, and then only the son got it, and from the son it should not be passed on to embryos. So why I am highlighting this here is, it is not always you should go with the mode of inheritance, recessive or dominant. You should also not ignore de novo. De novo means inside the uterus or inside the sperm and egg of a male or a female, which can happen and give rise to abnormality. Another question, genetic and chromosomal testing is done by simple blood test for couple. Yes. A simple blood test can actually give us more information for both chromosomal as well as gene testing, and I would say genome level. Now even now you might have heard about the NGS technology, next generation sequencing. Having the machine or having the person working is not enough. You should have more and more technologies and more tests to be offered for patients. Earlier when Human Genome Project was done, it was costing us crores of money, millions of dollars. Now in a single blood test, in a single chip with few thousands of rupees, you can actually come to know the genome of one person. So it barely costs anything to get ourselves screened. So both chromosomal and this can be diagnosed in a simple blood test. ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റിൽ കൂടി ജനിക്കുന്ന കുട്ടികളിൽ പിന്നെ അവർക്ക് ജനിക്കുന്ന കുട്ടികളിൽ ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള ചാൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തുടച്ചു നീക്കുകയാണ്. അതായത് നമുക്കൊരു ജനറേഷനിൽ തന്നെ പിന്നെ ഈ SMA അല്ലെങ്കിൽ ടേസാക് അവരുടെ ഫാമിലിയിൽ തന്നെ ആ ജനിക്കുന്ന ഇനിയുള്ള ജനറേഷന് കംപ്ലീറ്റ് നമുക്കത് സേഫ് പ്രൂഫ് ചെയ്യാൻ പറ്റും.
അത് ഈ പറഞ്ഞ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പിംഗ് ജനറേഷൻ, ഡോക്ടർ പറഞ്ഞ പോലെ സ്കിപ്പിംഗ് ജനറേഷനിൽ ഗ്രാൻഡ് പാരന്റ്സിന് അസുഖം വന്നു, പക്ഷെ കുട്ടികൾക്ക് വരാതെ ഗ്രാൻഡ് ചിൽഡ്രന് വന്നു. അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഉള്ള കണ്ടീഷനിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് നോർമലായിട്ടുള്ള കുട്ടി ജനിച്ചാലും നമുക്ക് ഇനി ആ കുട്ടികൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെയാണ് ജനിക്കുന്നതെങ്കിൽ പിന്നെ അത് ഇനിയുള്ള തലമുറയെ നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊരു പുതിയ അറിവ് തന്നെയായിരിക്കും. താങ്ക് യു. നെക്സ്റ്റ് വ്യൂവേഴ്സിന്റെ ഭാഗത്ത് കരിയർ കപ്പിൾ സ്ക്രീനിങ് കോസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. Okay, that again depends on the type. If we have panels, suppose a person comes with a family history of thalassemia, we'll only check the panel for thalassemia. So that cost varies. It will be little lesser than compared to the whole DNA testing. Now somebody who suspects that we don't know any family history, we do not know what we are carrying, so that cost varies. In simple words, cost of a couple carrier screening would be somewhere around 30 to 35K, which is maximum I'm saying, but then it depends on disease to disease. Okay, 30,000 rupees എന്നാണ് പറയുന്നത്. But SMN can be diagnosed at less than 5,000 rupees. SMN 5,000. അപ്പോൾ അസുഖത്തിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ നോർമലി 5,000 to 30,000. അത് ഏത് അസുഖത്തിനാണെന്ന് നോക്കിയതിന് ശേഷം ചിലപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും. Yeah, so that is why depending on our family history or depending on our affected child who has something to do with a genetic problem, the cost varies. So coming to your geneticist and speaking to the center would be advisable. നെക്സ്റ്റ് വ്യൂവേഴ്സിന്റെ ഭാഗത്ത് ഒരു കുടുംബത്തിൽ നിന്ന് ജനിതക രോഗ സാധ്യതകൾ എത്ര ഡിഗ്രി ബന്ധുക്കളിലേക്ക് വരെ എത്താം? നമ്മൾ ഈ പറഞ്ഞ സംഭവം പോലെ തന്നെയാണ്. അത് ആ ഡിസീസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ മോർ ഇമ്പോർട്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയർനെസ് ആൻഡ് ടെസ്റ്റിംഗ്. You can think about up to 3 degree you can test. That's roughly 3rd degree relatives. നെക്സ്റ്റ് വ്യൂവേഴ്സ് ചോദിച്ചിരിക്കുന്നതാണ്, can learning disability reduced IQ be diagnosed by gene or chromosome testing? Yes. So IQ levels, especially mental retardation, the first mode of testing is Fragile X syndrome, which is offered at a very, very low cost. Simple karyotyping can actually detect. Even Down syndrome is associated with some degree of mental retardation. Yes. These two are classical examples of chromosomal problem. In a gene-related learning disability or developmental delay milestones, again DNA level testing ചെയ്തിട്ട് only നമുക്ക് പറയാൻ പറ്റും. വ്യൂവേഴ്സിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. What are the other uses or indications of PGT? Okay. സോ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ പലതവണ നല്ല ഭ്രൂണം IVF ചെയ്തു. നല്ല ഭ്രൂണങ്ങളാണ് ഡോക്ടർ വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് പിടിച്ചില്ല. ഒരു 2-3 IVF ഫെയിലർ ആയി കഴിഞ്ഞിട്ടും നല്ല ഭ്രൂണങ്ങളെ വെച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടും പിടിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഈ PGT ടെസ്റ്റിങ്ങിലൂടെ നല്ല ക്വാളിറ്റി ഭ്രൂണത്തിന് നല്ല ക്വാളിറ്റി ഉദ്ദേശം ജനറ്റിക്കലി നോർമൽ ആയിട്ടുള്ള ഭ്രൂണത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി പ്രഗ്നൻസി പെർസെൻറ്റേജ് ഒരു സാധാരണ രീതിയിൽ ഒരു 50 മുതൽ 60% പ്രഗ്നൻസി എങ്കിൽ അതിനെ ഒരു 20%ഓളമായിട്ട് ഉയർത്താൻ സാധിക്കും. പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് റിക്കറന്റ് പ്രഗ്നൻസി ലോസ് ഉണ്ട്, അതായത് റിക്കറന്റ് മിസ്കാരേജസ് ഉണ്ടായിട്ടുള്ള കപ്പിൾസിനാണെങ്കിലും ഇതേപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് വഴി ജനറ്റിക്കലി നോർമൽ ആയിട്ടുള്ള എംബ്രിയോളെ തിരഞ്ഞെടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി പ്രഗ്നൻസി ചാൻസ് നോർമൽ ആയിട്ടുള്ള കുട്ടി ജനിക്കാനുള്ള ചാൻസ് കൂട്ടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ മജീദ് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ പ്രായമായവരിൽ നോർമൽ ആയിട്ടുള്ള ഭ്രൂണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന കാരണം അതിൽ കിട്ടുന്ന ഭ്രൂണങ്ങളിൽ നിന്ന് ഇതേപോലെ ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമൽ ഭ്രൂണത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എഗാൻ പ്രഗ്നൻസി ചാൻസ് മാർജിനലി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നേരത്തെ നമ്മൾ ഓൾറെഡി ഇതിനെ കവർ ചെയ്തു. ഫാമിലി ഹിസ്റ്ററിയിൽ പ്രോബ്ലം ഉള്ളവർ, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് കാരിയർ ജീൻ ഉള്ളവർ, അല്ലെങ്കിൽ കുട്ടികൾ ഓൾറെഡി ഒരു അബ്നോർമൽ ആയിട്ടുള്ള ജനറ്റിക്കലി പ്രോബ്ലം ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചിട്ടുള്ളവർക്ക്, അങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. കുഞ്ഞിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ, രോഗബാധിതനായ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ടെസ്റ്റ് മാതാപിതാക്കൾ നടത്തണമല്ലോ. മറ്റെന്തെല്ലാം സൂചനകൾ ഉള്ളവരാണ് ഈ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തേണ്ടതെന്ന് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വളരെ പ്രായമായ കപ്പിൾസ് കുട്ടികൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ
അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ആയിട്ട് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഓൾറെഡി ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട കപ്പിളിലോ, അല്ലെങ്കിൽ റിക്കറന്റ് അബോർഷൻസ് ഉള്ള ആൾക്കാരിലോ, അല്ലെങ്കിൽ ഓൾറെഡി ആദ്യത്തെ കുട്ടിക്ക് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പോ ആയിട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ഒരു ടേംസ്. What is the progression of SMA? ഓക്കെ, ഈ SMA തന്നെ 4 ടൈപ്പില് SMA ഉണ്ട്. അപ്പം SMA ടൈപ്പ് 1, 2 ഒക്കെ കുറെ കൂടെ സിവിയർ ആണ്. അപ്പം കുട്ടി ജനിക്കുമ്പോൾ നോർമൽ കുട്ടിയാണെങ്കിലും ആദ്യം തന്നെ കഴുത്തുറക്കുന്നില്ല, പിന്നെ എല്ലാ മൈൽ സ്റ്റോൺസും ഡിലേ ആവുന്നു. അതായത് 3 മുതൽ 5 മാസം കൊണ്ട് തന്നെ കഴുത്തുറക്കേണ്ട കുട്ടി കഴുത്തുറക്കാതെ വരിക, പിന്നെ എഴുന്നേറ്റിരിക്കുന്നതിനൊക്കെ ഡിലേ ആയി തുടങ്ങുന്നു. ഇങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. യൂഷ്വലി ടൈപ്പ് 1 ഒരു 6 months to 1 year തന്നെ കുട്ടിയുടെ റെസ്പിറേറ്ററി മസിൽസ് പാരലൈസ് ആയിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവുകയും വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി പിന്നെ ജീവിതം കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വരികയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ, മിക്കവാറും ന്യൂമോണിയ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ വന്നിട്ട് 2 years 3 yearsനുള്ളിൽ മരണപ്പെടുകയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ ലെസ് സിവിയർ SMAs ഉണ്ട്, ടൈപ്പ് 3, 4 ഒക്കെ. അവര് യൂഷ്വലി അഡോളസെന്റ് ഏജ്, അതായത് 18 years 19 years വരെ വലിയ കുഴപ്പമില്ലാതെ പോവുകയും പിന്നെ ഓരോരോ മസിൽ വീക്ക്നെസ് കാരണം ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്ത് അത് കുറെ കൂടെ മൈൽഡർ വേർഷൻ ഓഫ് SMN ആണ്. ടൈപ്പ് 1, 2 ആണ് കുറെ കൂടെ സിവിയർ ഫോംസ്. അവര് ഇൻഫൻസിയിൽ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ മിക്കവാറും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ട് മരണപ്പെടുകയാണ് പതിവ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അതിന്റെ എക്സ്പേർട്സ് അവര് ഫ്രീ ആകുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ ജനിതക തകരാറുകളെ പറ്റിയുള്ള ഒരു ചെറിയ അവയർനെസ് ക്ലാസ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇത് കാണാത്തവര് കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഭാഗത്തായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മൾ ഇനി കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് നമ്മുടെ നമ്പർ തരുന്നതായിരിക്കും. അത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ 1-to-1 കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്താണ് അവരുടെ പേഴ്സണലൈസ്ഡ് ഡൗട്ട് എന്താണെന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഒരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു. Thank you for